ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 20ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ മുഴുവനും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. മസ്റ്റായിട്ടും ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെ പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, PDF നോട്ടുകൾ നിങ്ങൾ ചോദിച്ചിട്ട് കമൻറ്റ് വഴി ഞാൻ കണ്ടിരുന്നു. ഉടനെ തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ PDF നോട്ടുകളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ടെലഗ്രാം ചാനലിലാണ് PDF നോട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ചാനലിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് അപ്പോൾ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ. PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ട കുറേ അധികം ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരളത്തിൽ നിലവിൽ എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ നിലവിൽ എത്ര ജില്ലകളുണ്ട്? ഉത്തരം 14. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിച്ച ജില്ല. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിച്ച ജില്ല. ഉത്തരം കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. 1984 കാസർഗോഡിന്റെ വർഷം. കേരളത്തിൽ ഏറ്റവും അവസാനമായി രൂപീകരിച്ച ജില്ല കാസർഗോഡ്, 1984. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. രണ്ടാമത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. അടുത്ത ചോദ്യം: കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. അടുത്ത ചോദ്യം: ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂർ. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കി. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല കോട്ടയം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല കോട്ടയം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടിയ ജില്ല കോട്ടയം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന. അടുത്തത് ആനയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്സ്. ഓക്കെ, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അടുത്തത് മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം ബ്യൂക്കറസ് ബൈക്കോർണിസ്. ബ്യൂക്കറസ് ബൈക്കോർണിസ് എന്നാണ് മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. അടുത്ത ചോദ്യം: അടുത്തത് കരിമീന്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറാൻഡസിസ്. എട്രോപ്ലസ് സുറാൻഡസിസ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. അടുത്ത ചോദ്യം: കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. ഇനി ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച വർഷം 2018 മാർച്ച് 21. ചക്കയെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ച വർഷം 2018 മാർച്ച് 21. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം എന്താണ്? തെങ്ങാണ്. തെങ്ങാണ് കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം. ഇനി തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കസ് ന്യൂസിഫറ. കോക്കസ് ന്യൂസിഫറയാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ്?
ബുദ്ധമയൂരി. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലോ ബുദ്ധ എന്നാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം പാപ്പിലോ ബുദ്ധ. കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം. കേരളത്തിൽ നിലവിൽ വന്ന ആദ്യ കോർപ്പറേഷൻ തിരുവനന്തപുരം. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ. കേരളത്തിൻ്റെ ഔദ്യോഗിക ഉഭയജീവിയായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി പാതാള തവള. കേരളത്തിൻ്റെ ഔദ്യോഗിക ഉഭയജീവിയായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി ഏതാണ്? പാതാള തവള. ഇനി കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയതാരാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ തയ്യാറാക്കിയത് MD വാസുദേവൻ നായർ. ഉത്തരം MD വാസുദേവൻ നായർ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാരാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരൻ. ഉത്തരം ബോധേശ്വരൻ. മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2013 മെയ് 23. മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2013 മെയ് 23. അടുത്ത ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ നദികളും കായലുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. കായലും കടലും ചേർന്നു കിടക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് അഴി. കായലും കടലും ചേർന്ന് കിടക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് അഴി എന്ന പേരിലാണ്. കായലും കടലും ചേരുന്ന സ്ഥലത്തുള്ള താൽക്കാലിക മണൽത്തിട്ട അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം പൊഴി. കായലും കടലും ചേരുന്ന സ്ഥലത്തുള്ള താൽക്കാലിക മണൽത്തിട്ട അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പൊഴി. അടുത്ത ചോദ്യം. വേമ്പനാട്ടുകായൽ എത്ര ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു? 25. വേമ്പനാട്ടുകായൽ എത്ര ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു? 25. ഇനി 205. ശ്രദ്ധിക്കുക. വേമ്പനാട്ടുകായൽ എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് വ്യാപിച്ചു കിടക്കുന്നത്? 205 കിലോമീറ്റർ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വില്ലിംഗ്ടൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വില്ലിംഗ്ടൺ. വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് ഏതു ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. വെണ്ടുരുത്തി സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. അടുത്ത ചോദ്യം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കായല് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കായല് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണ്? പൂക്കോട് തടാകം. തോട്ടപ്പള്ളി സ്പിൽവേ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ. തോട്ടപ്പള്ളി സ്പിൽവേ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടിക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടിക്കായൽ. തണ്ണീർമുക്കം ബണ്ട് പണി പൂർത്തിയാക്കിയ വർഷം 1974. തണ്ണീർമുക്കം ബണ്ട് പണി പൂർത്തിയാക്കിയ വർഷം 1974. തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷം എന്നാണ്? 1954. തോട്ടപ്പള്ളി സ്പിൽവേ ഉദ്ഘാടനം ചെയ്ത വർഷം 1954. 1988 പെരുമൺ തീവണ്ടി ദുരന്തം നടന്ന കായൽ അഷ്ടമുടിക്കായൽ. അടുത്ത ചോദ്യം. വയനാട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? വയനാട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. വയനാട്ടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനി. അടുത്ത ചോദ്യം. കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. കബനി ഏതു നദിയുടെ പോഷക നദിയാണ്? കാവേരി. അടുത്ത ചോദ്യം. കുറുവാ ദ്വീപ് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറുവാ ദ്വീപ് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനി. ഉത്തരം കബനി. കുറുവാ ദ്വീപ് ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കബനി. അടുത്ത ചോദ്യം. ഭാരതപ്പുഴ ഏതു ജില്ലകളിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്? ഭാരതപ്പുഴ ഏതു ജില്ലകളിലൂടെയൊക്കെയാണ് ഒഴുകുന്നത്? ഉത്തരം തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അടുത്ത ചോദ്യം. പണ്ടുകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏത്? പണ്ടുകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏത്? ഉത്തരം പമ്പ. ഉത്തരം പമ്പ. അടുത്ത ചോദ്യം. പമ്പയുടെ നീളം
പമ്പയുടെ നീളം 176 കിലോമീറ്റർ. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം. അടുത്തത് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ചാലിയാർ. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ചാലിയാർ. അടുത്ത ചോദ്യം, നിലമ്പൂരിലെ തേക്കിൻ തോട്ടത്തിലൂടെ ഒഴുകുന്ന നദി. നിലമ്പൂരിലെ തേക്കിൻ തോട്ടത്തിലൂടെ ഒഴുകുന്ന നദി ചാലിയാർ. അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴ. അടുത്ത ചോദ്യം, ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം പൊന്നാനി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി പമ്പ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദികളിൽ മൂന്നാമത്തെ നദി ഏതാണ്? പമ്പ നദിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. ഇടുക്കിയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പമ്പാർ. ഇടുക്കിയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? പമ്പാർ. പാലക്കാടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഭവാനിപ്പുഴ. പാലക്കാടിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഭവാനിപ്പുഴ. അടുത്ത ചോദ്യം, പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏതു നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പമ്പാ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായ മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ബാലപൂണി കുന്നുകളിൽ നിന്ന്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബാലപൂണി കുന്നുകളിൽ നിന്ന്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കാസർഗോഡിനെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ചന്ദ്രഗിരി പുഴ. കാസർഗോഡിനെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന പുഴ ഏതാണ്? ചന്ദ്രഗിരി പുഴ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി. ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? ചന്ദ്രഗിരി പുഴ. അടുത്ത ചോദ്യം, ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേര് പയസ്വിനി പുഴ. ചന്ദ്രഗിരി പുഴയുടെ മറ്റൊരു പേര് പയസ്വിനി പുഴ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന നദി നെയ്യാർ. അടുത്ത ചോദ്യം, നെയ്യാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 56 കിലോമീറ്റർ. നെയ്യാറിന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? 56 കിലോമീറ്റർ. നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല. നെയ്യാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല. അടുത്ത ചോദ്യം, പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ കാലടി, ആലുവ, മലയാറ്റൂർ. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ കാലടി, ആലുവ, മലയാറ്റൂർ. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പട്ടണങ്ങൾ പൊന്നാനി, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി. പൊന്നാനി, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരുനാവായ, ചെറുതുരുത്തി. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കല്ലടയാറിന്റെ തീരത്തുള്ള പ്രധാന പട്ടണം പുനലൂർ. കല്ലടയാറിന്റെ തീരത്തുള്ള പ്രധാന പട്ടണം പുനലൂർ. അച്ചൻകോവിലാർ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പന്തളം. അച്ചൻകോവിലാർ ഏത് പട്ടണത്തിന് തീരത്തുള്ളതാണ്? പന്തളം പട്ടണത്തിന് തീരത്തുകൂടെ ഒഴുകുന്നതാണ് അച്ചൻകോവിലാർ. അടുത്ത ചോദ്യം, പമ്പയുടെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ റാന്നി, കുട്ടനാട്, കോഴഞ്ചേരി, തിരുവല്ല, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ. പമ്പയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? റാന്നി, കുട്ടനാട്, കോഴഞ്ചേരി, തിരുവല്ല, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ. അടുത്ത ചോദ്യം, വളപട്ടണം നദിയുടെ തീരത്തുള്ള പട്ടണം ഏതാണ്? വളപട്ടണം നദിയുടെ തീരത്തുള്ള പട്ടണം ശ്രീകണ്ഠപുരം. അടുത്തത് ഇരിക്കൂർ, പറശ്ശിനിക്കടവ്. വളപട്ടണം നദിയുടെ തീരത്തുള്ള പട്ടണമാണ് ശ്രീകണ്ഠപുരം, ഇരിക്കൂർ, പറശ്ശിനിക്കടവ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളാണ് പഠിച്ചത്. ഇതിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, അതുപോലെ തന്നെ നദികളും കായലുകളും ഇതുമായി ബന്ധപ്പെട്ട്
മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പഠിച്ചത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്